നൃത്തത്തെ അതിയായി സ്നേഹിക്കുന്നവർക്ക് ഒരു ഉത്തമ സ്ഥാപനമാണ് വിളപ്പിൽശാലയിലുള്ള ശ്രീഭദ്ര ഡാൻസ് ഗ്രൂപ്പ്. വിളപ്പിൽശാല കുണ്ടാമൊഴിയിലാണ് ശ്രീഭദ്ര ഡാൻസ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ ഇവിടെ പഠിക്കുന്നു. നൃത്തം ഇഷ്ടമുള്ള ഒട്ടേറെ പാവപ്പെട്ടവർക്ക് അഭയകേന്ദ്രം കൂടിയാണ് ഈ നൃത്ത സ്ഥാപനം. നൃത്തത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഉപാധികളില്ലാതെ ഇങ്ങോട്ട് കടന്നു വരാമെന്ന് സ്ഥാപനത്തിൻ്റെ ഉടമ ഗീതു പറയുന്നു. നമസ്കാരം, എൻ്റെ പേര് ഗീതു. ഞാൻ വിളപ്പിൽശാല കുണ്ടാമൊഴിയിൽ ശ്രീഭദ്ര ഡാൻസ് ഗ്രൂപ്പ് നടത്തി വരുന്നു. ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് കൃഷ്ണകൃപ എന്നായിരുന്നു. പിന്നെ ശ്രീഭദ്ര എന്ന പേരിലേക്ക് മാറാൻ കാരണം ഞാൻ ഇവിടെ നമ്മുടെ കുണ്ടാമൊഴി ക്ഷേത്രത്തിലെ ഒരു 60ഓളം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി എന്നെ വിളിക്കുകയും അവിടെ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിറങ്ങുന്ന സമയത്ത് ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ മുതിർന്ന ആൾക്കാർ, അതായത് വീട്ടമ്മമാർ എന്നോട് ചോദിച്ചു, ഗീതു ഞങ്ങൾക്ക് 2-3 വേദികളും കൂടെ ഗീതു തരുമോ, ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരെ ഞാൻ കൂടെ കൂട്ടിയതായിരുന്നു. അതായിരുന്നു എൻ്റെ തുടക്കം. അപ്പോൾ പിന്നെ അവിടുന്ന് കിട്ടിയ അവരെയും കൊണ്ട് ഞാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ എൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് ശ്രീഭദ്ര എന്നാക്കി. അവിടുത്തെ അമ്പലക്കാരും പറഞ്ഞു ഞങ്ങളോട്, നിങ്ങളുടെ പേര് ഇനി തൊട്ട് ശ്രീഭദ്ര എന്ന് ആക്കാമോ ഗീതു എന്ന് എന്നോട് ചോദിച്ചു. അതുപ്രകാരം ഞാൻ പിന്നെ ശ്രീഭദ്ര എന്ന പേരിലാണ് ഇപ്പോൾ ഇതുവരെയും അങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംരംഭം തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ, ഞാൻ കുഞ്ഞിലെ മുതൽ പഠിച്ചിട്ട് വിവാഹ സമയമായപ്പോൾ ഒരു 12 വർഷം ഞാൻ ബ്രേക്ക് എടുത്തു. അപ്പോൾ ഓരോ വേദിയിലും ചെന്നിരുന്ന് ഒരു ഓഡിയൻസ് എന്ന നിലയിൽ ഞാൻ കാണുമ്പോൾ വിചാരിക്കും, ഞാൻ എന്തുകൊണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീണ്ടും ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. 2 മക്കളാണ്. അപ്പോൾ രണ്ടാമത്തെ ആളെയും സ്കൂളിലാക്കിയതിന് ശേഷം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഫ്രീ ആയല്ലോ, ഇനി താൻ തൻ്റെ പ്രൊഫഷൻ തിരഞ്ഞെടുത്തൂടെ, ഇനി പൊയ്ക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് തുടർന്ന് ഞാൻ വീണ്ടും ആദ്യത്തെ എൻ്റെ ഗുരു അനിൽകുമാർ സാറായിരുന്നു, തിരുമല ശ്രീലക്ഷ്മി നൃത്ത സംഗീത വിദ്യാലയത്തിലെ. പിന്നെ ഞാനിപ്പോൾ രണ്ടാമത് തുടക്കം കുറിച്ച് 12 വർഷത്തിന് ശേഷം വീണ്ടും തുടക്കം കുറിച്ചത് നമ്മുടെ അശ്വമേധം ഗ്രാൻഡ് മാസ്റ്റർ പ്രദീപ് സാറിൻ്റെ വൈഫ് ബിന്ദുലക്ഷ്മി ടീച്ചറിൻ്റെ അരികിൽ നിന്നാണ്. ടീച്ചറാണ് എൻ്റെ ഇപ്പോഴത്തെ ഗുരു. നമോ നമഃ നമോ നമഃ ശിവായ, നമോ നമഃ നമോ നമഃ നമോ നമഃ ശിവായ. അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ചേർന്നതിന് ശേഷം ഞാൻ ഭരതനാട്യം ഡിപ്ലോമ ചെയ്തു. അതിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഞാൻ പാസ്സായി. പിന്നെ ഞങ്ങൾ ഒരു 24 hours നൃത്തം ചെയ്തിരുന്നു. അതിലൊരു വേൾഡ് റെക്കോർഡുണ്ട് എനിക്ക്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും അത് എൻ്റെ പ്രൊഫഷൻ്റെ കൂടെ തന്നെ നിർദ്ധരായ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. വീട്ടമ്മമാർ, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ശരിക്കും ഞാൻ സൗജന്യമായി തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത്. കാരണം എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അതേ ഒരു ആഗ്രഹം അവർക്കും ഉണ്ടാവും, വേദിയിലേക്ക് വരണം. എന്നാൽ സാമ്പത്തികമായിട്ട്
ജോലി ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികത്തിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളായിരുന്നാലും നല്ല കഴിവുള്ള മക്കളുണ്ട്. പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ എങ്ങും പോയി പഠിക്കാനുള്ള നിവർത്തിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനൊരു കാര്യം തുടങ്ങിയപ്പോൾ അറിഞ്ഞ് ഒരുപാട് പേര്, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ 10-30ഓളം പേര് എന്നോടൊപ്പം ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ക്ലാസിക്കൽ ബേസിക് തൊട്ട് പഠിപ്പിക്കുന്നുമുണ്ട്. അതിനായിട്ട് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ പ്രൊഫഷന് നല്ല രീതിയിൽ തന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഈ ഒരുപാട് വീട്ടമ്മമാരെ ഞാൻ ക്ഷണിക്കുന്നു. വീട്ടമ്മമാർ എന്ന് ഞാൻ പറയുമ്പോൾ അവർ എന്താ പറയുക, അവരുടെ മനസ്സിൽ ഉണ്ടാവും ഓരോ വേദിയിലും കയറണമെന്ന്. അപ്പോൾ അങ്ങനെ ഫാമിലി സപ്പോർട്ടുള്ള എല്ലാവരും ഈ ഒരു ഫീൽഡിലേക്ക് വരിക. നിങ്ങൾക്ക് വേണ്ടി ശ്രീഭദ്ര എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ശങ്കര ശശിധര ഗജ ചർമാംബര ഗംഗാധര ഹരനേ സുന്ദര സ്മരഹര ഗൗരി മനോഹര ജയ പരമേശ്വരനേ ശങ്കര ശശിധര ഗജ ചർമാംബര ഗംഗാധര ഹരനേ സുന്ദര സ്മരഹര ഗൗരി മനോഹര ജയ പരമേശ്വരനേ जय जय शंकरने जय विश्वेश्वरने जय जय शंकरने जय विश्वेश्वरने ശ്രീ കുണ്ടാമുഴി ദേവി ക്ഷേത്രത്തടയിൽ ഒരു പ്രോഗ്രാമിൽ കൂടെയാണ് ഞങ്ങൾ ഗീതുവിനെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ അവിടെ ക്ഷേത്രത്തിലേക്ക് ഒരു പ്രോഗ്രാമായിരുന്നു അത്. പിന്നീട് ആ വർഷം തന്നെ ഞങ്ങൾക്ക് 2-3 ക്ഷേത്രത്തിലും കൂടെ അവൾ അവസരം ഞങ്ങൾക്ക് നേടിത്തന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം ഒരു 10-15 ക്ഷേത്രങ്ങളിൽ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചു. അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരാനും കാണിക്കുന്ന ഇതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വീട്ടിൽ ഒതുങ്ങിക്കൂടിപ്പോയ കുറേ അമ്മമാർക്ക് ഒരു പ്രയോജനമാണ് ഗീതു. എൻ്റെ മൂത്ത മോളാണ് ഇവിടെ ഗീതുവിൻ്റെ കീഴിൽ ഭദ്രകാളി ക്ഷേത്രം, കുണ്ടാമ്പടി ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ആദ്യമായിട്ട് പരിപാടി അവതരിപ്പിക്കുക, തിരുവാതിര കളി ചെയ്യാൻ വേണ്ടി വന്നത്. അതിനുശേഷം ഇങ്ങനെ ഇവിടെ അക്കാഡമി തുടങ്ങുകയും 2 മക്കളെ ആദ്യം വിട്ടു. അവർ പഠിച്ചിറങ്ങിയ ശേഷം എനിക്കും കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ എന്നെ വിളിക്കുകയും അങ്ങനെ കഴിഞ്ഞ വർഷം 5 ക്ഷേത്രത്തിൽ വരെ ഞാൻ ഇവർക്കൊപ്പം പ്രോഗ്രാം ചെയ്തു. ആദ്യം കൈകൊട്ടി കളിക്കാണ് വന്നത്. ഇപ്പോൾ ഞങ്ങൾ വീട്ടമ്മമാരാണെങ്കിൽ പോലും സെമി ക്ലാസിക്കൽ വരെ ഞങ്ങൾ ഇത് പഠിപ്പിച്ചു. ചെറിയ രീതിയിൽ ഒരു കൈകൊട്ടി കളിക്കായിട്ട് വന്നതാണ്. പക്ഷെ നമ്മൾ നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ല. ഇവിടെ വന്ന് കൈകൊട്ടി കളി കഴിഞ്ഞതിന് ശേഷം 2 പ്രാവശ്യം ഞങ്ങൾ അന്ന് ആ പ്രാവശ്യം തന്നെ 2 പ്രാവശ്യം വേറെ കൗലിയിൽ കളിച്ചു. കഴിഞ്ഞ വർഷം 15 ഒരുപാട് 15 കൂടുതൽ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയി. ഗീതു എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് നമുക്ക്. ഇത്രയും നമ്മളൊക്കെ പുറകെ നിന്ന് ഞങ്ങളെ മുമ്പിലോട്ട് നിർത്തി കളിപ്പിക്കാനുള്ള ഒരു നല്ലൊരു മനസ്സിനുടമയാണ്.
இது என்ன கனவா மலைகளே மலைகளே இது என்ன நினைவா உருகியதே வெள்ளம் பெருகியதே வெள்ளம் விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் എൻ്റെ ഗ്രൂപ്പിലെ സീനിയർ ബാച്ചാണ് ഇവർ. വീട്ടമ്മമാരാണ്, വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഇത്. അതായത് കുട്ടികളെ എങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഈ കുട്ടിയെ കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്. ചിരിച്ച് കളിയെന്ന് പറഞ്ഞാൽ പിന്നെ ആ ദിവസം ക്ലാസ് എടുക്കാൻ സമയം കാണില്ല, ഫുള്ള് ചിരിക്കാനേ നേരം കാണുള്ളൂ. അതുകൊണ്ട് ഞാൻ ചിരിച്ച് കളിക്കാൻ അങ്ങനെ അധികം പറയാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ അങ്ങനെ ഓരോരുത്തരും ശരിക്കും പറഞ്ഞാൽ ഇവർ ആദ്യം ഫസ്റ്റ് ടൈം കുണ്ടാമുഴി കളിക്കുന്ന സമയത്ത് ഇവരെ കളിയാക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ പുറകെ നിന്ന് കളിയാക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ പറയുന്നതും അല്ലെ ഇവരോട് പറയുന്നതും ഇവരെ പോലെ കോൺഫിഡൻസോടെ വേദിയിലെത്താൻ എത്ര പേർക്ക് സാധിക്കും, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വീട്ടിലിരുന്ന് കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ വേദിയിൽ വന്ന് അതായത് ഒരു സ്റ്റേജിലെങ്കിലും കയറുമ്പോൾ മാത്രമേ അതെന്താണ് എന്ന് മനസ്സിലാവുള്ളൂ, ആ ഒരു ഫീലിംഗ്. അപ്പോൾ അത് മനസ്സിലാക്കാത്തവരാണ് കുറ്റം പറയുന്നവർ. അപ്പോൾ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ കുട്ടികളെ പോലെ സ്റ്റേജിലേക്ക് നിങ്ങൾ വരൂ, വന്നതിന് ശേഷം എന്താണ് സ്റ്റേജ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കുറ്റം പറയുക. அழகாய் ஒருங்கி வந்தால் மின்னாட்டம் அசுர தலவரத்தின் துள்ளாட்டம் ஆண்டவர் இறங்கி வந்தால் தீயாட்டம் ஆறும் நதி மரத்தின் வெள்ளாட்டம். എൻ്റെ ഫാമിലി, ഹസ്ബൻഡ്, മൂത്തയാള്, രണ്ടാമത്തെ ആള്. മൂത്തയാൾ +1 പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇവരാണ് എൻ്റെ ലോകം. അതായത് ഇവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും ഈ ഫീൽഡിൽ നിൽക്കുന്നത്. കാരണം നമുക്ക് ശരിക്കും ആദ്യം വേണ്ടത് ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ടാണ്. പുള്ളിക്കാരനെ സംബന്ധിച്ച് ഭയങ്കര അഡ്ജസ്റ്റീവാണ്. കാരണം ചില സമയമൊക്കെ ഈ പ്രാക്ടീസൊക്കെ ഓവർനൈറ്റൊക്കെ ഒരുപാട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും പുള്ളി എന്നോട് ഇങ്ങോട്ട് പറയും, ഫുഡൊന്നും ഉണ്ടാക്കണ്ട, റെസ്റ്റ് എടുത്തോ, പുറത്തുനിന്ന് കഴിക്കാം എന്ന് വരെ പറഞ്ഞ് എന്നെ ഭയങ്കര സപ്പോർട്ട്. കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്തായിരുന്നാലും എൻ്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാൻസിനൊക്കെ സജഷൻ കൂടുതലും പുള്ളിക്കാരനാണ് പറഞ്ഞു തരുന്നതും. ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന ഈ സ്റ്റോറി എടുത്ത് അതിനെ ഒന്ന് കൊറിയോഗ്രാഫ് ചെയ്യണം എന്നൊക്കെ പുള്ളിക്കാരനാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. പുള്ളിക്കാരനൊരു കലാകാരനാണ്, വിളക്കേട്ട് എടുക്കുന്നുണ്ട് അമ്പലം. പുള്ളിക്കാരനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ള തന്നെ ശ്രീഭദ്ര തന്നെ സീനിയറായ നമ്മുടെ ശാന്തി എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. വേറൊന്നുമല്ല, എൻ്റെ ബുദ്ധിമുട്ട്, അതായത് ഈ നമ്മുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ റെൻറ്റിനെടുക്കണം, നമുക്ക് അധികം സാമ്പത്തികം ഇല്ല, അതൊക്കെ കണ്ട് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സത്യം പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രോപ്പർട്ടി, കാരണം പുള്ളിക്കാരൻ ഒരു വെൽഡറാണ്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ കഴിവ് വെച്ച് ഞങ്ങൾക്ക് ശൂലം, ഡമരു, ശിവലിംഗം തുടങ്ങി പ്രോപ്പർട്ടീസ് എല്ലാം പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ്റെ ചിലവിൽ ഉണ്ടാക്കി തന്നു. 1 രൂപ പോലും പുള്ളിക്കാരൻ കൂലി പോലും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്ത് തീർച്ചയായും പുള്ളിക്കാരനെ തന്നെ ആദ്യമായിട്ട് പറയേണ്ടി വരും. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാണ്. അത് കുറ്റമാക്കല്ലേ. കാണും മുണ്ടുടുത്തേ പെണ്ണെ നീട്ടിയുടുത്തപ്പോഴേതകതയ്യ അപ്പോഴേ ഞാൻ പറഞ്ഞേ
കെട്ടിയ മാരനുണ്ട് തകതയ്യ കാണും മുണ്ടുടുത്തേ പെണ്ണെ നീട്ടിയുടുത്തപ്പോഴേ തകതയ്യ അപ്പോഴേ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ട് തകതയ്യ അയ്യോ തകതാര തകതിയ തിരുന്തിരന്താര അയ്യോ തകതാര തകതിയ തിരുന്തിരന്താര അയ്യോ തകതാര